നമ്മളിപ്പം ഫോണിന് പല വകയിലുള്ള ലോക്കുകളും സെറ്റ് ചെയ്യലുണ്ട്. ആ വകയിൽ നോക്കുന്നേരം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോക്കാണ് ഈ വീഡിയോയിൽ. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഈ ഇൻ്റർഫേസ് കണ്ടില്ലേ, ഇതെൻ്റെ ലോക്ക് സ്ക്രീനാണ്. ഇതിൽ പ്രത്യേക ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ഫോൺ ഓപ്പൺ ആകുക. നോക്കിക്കോ, ഒന്നിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഇവിടെയും ടച്ച് ചെയ്ത് രണ്ടിടത്ത് ടച്ച് ചെയ്യുമ്പോഴേക്ക് അത് ഓപ്പൺ ആയി. ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, 2ഓ 4ഓ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓപ്പൺ ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ സെറ്റ് ചെയ്യുക, ആ ഫോട്ടോത്തിൻ്റെ ഏതെങ്കിലും ഭാഗം സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ലോക്കാണ്, ഒരു അടിപൊളി ലോക്ക്. ഈ ലോക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഫസ്റ്റ് ഇൻ്റർഫേസ് വരിക. ഇവിടെ ഇതിൻ്റെ പ്രീമിയം എടുക്കാനാണ് ചോദിക്കുന്നത്, അത് വേണ്ട. ഇതിൻ്റെ മേലെ ഭാഗത്തൊരു ഇൻറ്റു മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അതങ്ങ് പോവും. അതിനുശേഷം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ല മേലെ സ്കിപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. 2 പെർമിഷൻ ചോദിക്കുക, അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യുക. ചൂസ് ബാക്ക്ഗ്രൗണ്ട് എന്നിടത്ത് നിന്ന് ഇതിലുള്ള പ്രീസെറ്റ് ആയിട്ടുള്ള നമുക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, ഏത് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്യണേ ക്രോപ്പ് ചെയ്യുക, എന്ത് വേണേൽ ചെയ്യുക. അതിനുശേഷം മേലെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തിട്ട് ഏത് ഭാഗത്താണോ നമുക്ക് ടച്ച് ചെയ്താൽ ഓപ്പൺ ആവേണ്ടി ആ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. 2ഓ 4ഓ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ 2 സെലക്ട് ചെയ്യാന്ന്. ഇപ്പോൾ ഈ ഭാഗത്ത് സെലക്ട് ചെയ്ത് ഇവിടെയും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ അതേ സംഗതികൾ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അഥവാ നമ്മളിവിടെ ആ ടച്ച് ചെയ്യുന്ന ഭാഗം മറന്നു വയ്ക്കുന്നുണ്ടെങ്കിലോ റിക്കവർ ചെയ്യണ്ടേ, അതിന് ഒരു 4 അക്ക പാസ്വേഡ്, ഒരു പിൻ ലോക്ക് സെലക്ട് ചെയ്യുക. അതും ഒന്നുകൂടി എൻ്റർ ചെയ്തിട്ട് കൺഫേം ചെയ്യുക. അതിനുശേഷം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് എന്തെങ്കിലും ഒരു ആൻസർ ഇവിടെ കൊടുത്തേക്കുക. ഒരു 5 അക്ഷരമുള്ള ഒരു ആൻസർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സെറ്റപ്പ് കഴിഞ്ഞ് പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്ത് കൊടുക്കുക. ചിലതിൻ്റെ മേലെ ഒരു കിരീടം കാണുന്നില്ലേ, അത് പ്രീമിയമാണ്, അത് വേണ്ട. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മളെ സെറ്റപ്പ് റെഡിയായി. ഇനി നമ്മളിതൊന്ന് തുറന്നു നോക്കുക. ഞാൻ ലോക്കാക്കിയിട്ടൊന്ന് ഓണാക്കി നോക്കട്ടെ. ലോക്കാക്കിയിട്ട് ഓണാക്കിയാൽ ഇങ്ങനെയാണ് കാണുക. നമ്മൾ സെലക്ട് ചെയ്ത ഏത് ഭാഗമാണെന്നോ നമ്മൾ ലോക്കായിട്ട് സെറ്റ് ചെയ്ത് ആ ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ ഫോൺ ഓപ്പൺ ആവും. ഒരു അടിപൊളി സംഭവം. അപ്പോൾ ഒരു വെറൈറ്റി ലോക്കൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന ആൾക്കാർ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.